ഒരു കണക്കിന് ഇയ്യാ ഭാഗ്യവാൻ. ആരോടും കണക്ക് പറയണ്ടല്ലോ. മഴ പെയ്താ 3 ദിവസത്തെ മെനക്കെട്. ഒരു തടി കിട്ടിയാ മതിയല്ലോ. ആ കൊല്ലത്തേക്ക് ഉസാറാക്കാനുള്ള പൈസയായി. ബാക്കി 362 ദിവസവും കള്ളും കുടിച്ച് രാജഭരണം. നസീബന്നെ. ഒലിപ്പിന് വരുന്ന മരം ആർക്ക് വേണേലും പിടിക്കാം. അടുത്ത മഴയ്ക്ക് ഹാജിയാരും കൈ നോക്ക്. ഹാജിയാർക്ക് പനിക്കും. ആ മഴയാവട്ടെ, നോക്കാം. റഹീമേ, ഈ വേലായുധന്റെ മരാളൊന്നുമില്ലേടോ? അതിനല്ലേ അളക്കണ ടേപ്പ് തരണേ. നിങ്ങൾ ഇത് എവിടെ കൊണ്ടുവച്ചത്? റഹീം ഇപ്പോഴും തപ്പി കളിക്കാ മോനെ. പോയിട്ട് വേറെ ജോലിയുണ്ട്. അതെ, 10-35,000 റുപ്യന്റെ മരമുണ്ട്. തൽക്കാലം ഒരു 500 ഇതാ. എന്നാ പിന്നെ ഒരു 1000 ആയിക്കോട്ടെ. വേണ്ട കേളപ്പേട്ട, കൈ വെച്ച വെറുതെ ചെലവായി പോകും. അത് നിന്റെ കയ്യിൽ വെച്ചാലല്ല, എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. 1000 ആയിക്കോട്ടെ, 1000. ഇത് വേറൊരു കാര്യത്തിനാ, പിന്നെ പറഞ്ഞുതരാട്ടാ. ഹാജിയാരെ, ബാക്കിയുള്ള പൈസ ഇക്കുറി മൊത്തമായിട്ട് വേണം. അത് ശരി. കായ് ഒന്നിച്ച് തരണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ കച്ചവടം കൊണ്ട് ഞമ്മക്കൊരു ഗുണമുള്ളത്. ഇപ്പൊ എന്തേ? ഇനി വലിയ താമസം ഇല്ലാതെ ലീലയുടെ കല്യാണം നടത്തണം. കേളപ്പന്റെ മോളുടെ തിടുക്കത്തിന് 100-200 ചോദിച്ചാ കണാകൊണ പറയുന്ന നിങ്ങളെ ഒരു ആവശ്യത്തിന് നമ്പിക്കൂടാ. അതുകൊണ്ടാ. അല്ലടാ, തൽക്കാലം 500 മതിയായിരുന്നു അല്ലേ? അതല്ലേ ഞാൻ നേരത്തെ നല്ല മലയാളത്തിൽ പറഞ്ഞത്. ഇനി പോട്ട് വാ. ഇവന്റെ മൂത്തത് 2 പെണ്ണ. ഒരുപാട് പൊന്നും പണവും കൊടുത്തിട്ടാ ഞാൻ അതുങ്ങളെ കെട്ടിച്ചു വിട്ടത്. കാണാൻ മോശമായിട്ടൊന്നും അല്ല. ആണോ ഗോയിന? അത് രണ്ടും നല്ല ഫിഗർ അല്ലേ? ആ, കുട്ടിയെ എനിക്ക് ഇഷ്ടായി. ഇനി മറ്റു കാര്യങ്ങളൊക്കെ വളച്ചു കെട്ടില്ലാതെ പറയാലോ. എന്താ ഗോയിന? അതെ അതെ. ഗോയിന്ന പറഞ്ഞതുകൊണ്ട് വന്നേ ഉള്ളൂ. ഇതുപോലൊരു കാട്ടുമുക്കിന്ന് എന്റെ മോനെ കെട്ടിക്കാൻ അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഉള്ളത് പറയാലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? അതിപ്പോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല. മൂത്തോളെ കെട്ടിച്ചതിന്റെ ക്ഷീണം അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ. ആ ബന്ധം അങ്ങോട്ട് നേരെയായില്ല. എന്നാലും കെട്ടുപ്രായത്തിൽ ഒരു പെണ്ണ് നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ തെങ്ങും പറമ്പ് എത്ര വരും ഗോവിന്ദ? അത് 1.5 ഏക്കറെങ്കിലും ഉണ്ടാവും ഇല്ലേ കേളപ്പേട്ട? അതെ ഗോവിന്ദ, പറമ്പളക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ കുറച്ച് കാശ് എഴുതിയിട്ടുണ്ട്. അത് പൊന്നായിട്ട് ഇവളുടെ കയ്യിലും കഴുത്തിലും ഇട്ടങ്ങ് തരും. അതിപ്പോ ഇത്ര എന്നൊന്നുമില്ല. അക്കരയ്ക്ക് കെട്ടിക്കാൻ ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല. അല്ലേ കേളപ്പേട്ട? അതല്ല വേല ഇതട്ടാ, ചെറുക്കൻ ഗൾഫാണ്. എന്ത് ഗൾഫ്? 10-20 കൊല്ലം തേനെ മുത്തേന്ന് പോറ്റി വലുതാക്കിയ കുട്ടി അങ്ങോട്ട് തരുമ്പോ ന്യായമായിട്ടും കാശ് ഇങ്ങോട്ട് തരണ്ട്. അതുപോട്ട് 2 പെൺകുട്ടികളുണ്ടായപ്പോ എന്റെ പേരില് നാളെ കേളപ്പേനെ റോഡിലിറങ്ങി തെണ്ടാനൊന്നും പറ്റൂല. ഇവൻ ഏതാ? ഇത് വേലായുധൻ. കല്യാണ പെണ്ണിന്റെ ആരായിട്ട് വരും? അത് പെണ്ണിന്റെ ആരുമല്ല. ഈ കുടുംബത്തോട് സ്നേഹവും ഉത്തരവാദിത്വം ഉള്ള ഒരാളായിട്ട് വരുമെന്ന് കൂട്ടിക്കോ. എന്താ പറ്റില്ലേ? മൂപ്പര സ്നേഹ ഉത്തരവാദിത്വം മുള്ളംകൊല്ലിയിൽ ഫേമസാ, എല്ലാവർക്കും അറിയാം. അതെ നാരായണത്തെ, ഇത് ശരിയാവില്ല. നമുക്ക് വേറെ ആളെ നോക്കാം. കേളപ്പേട്ട, നമ്മുടെ കുട്ടിയെ ഇവർക്ക് കൊടുക്കുന്നില്ല. അവരോട് പോകാൻ പറ. ഇതാണോടോ സ്നേഹ ഉത്തരവാദിത്വം? ഇതകത്തോണ്ട് വയ്ക്കേ. ഇതെന്താ വിളിച്ചു വരുത്തി ഓ, അപ്പൊ നീ മിണ്ടോ? ഗോവിന്ദ, ഇവനെ വിളിച്ചോണ്ട് പോകാം. എന്താണോ കളിയാക്ക? നിങ്ങൾ വരീന്ന് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതാ അമ്മാമാരെ നടക്കി സൂണ പോന്നോ 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 പോന്നോ. സംഘടക്ഷമേ നിനക്കൊന്നും ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. ഗൗളിബാൽ പോലത്തെ ഒരു പെണ്ണുണ്ട്, ഒന്നോട്ട് കൊടുക്കാനും വേണ്ട. ഇവൻ ആരാന്നോ എന്റെ വിചാരം? അതും സ്ലേറ്റ് പെൻസിൽ പോലത്തെ ഒരു പെണ്ണ്. ശ്രീധനൊന്നും കൊടുക്കാതെ അതിന് ആര് കെട്ടുന്ന? കെട്ടിച്ചുവിടാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ 2 ആലോചനകൾ ഇങ്ങനെ മുടക്കിയാ പോരെ? പെണ്ണ് നിന്ന് പോവുമേ. എടോ വേലായുധൻ അതിനെ മൂക്കാൻ വെച്ചിരിക്കുക. തൽക്കാലത്തെ ആവശ്യത്തിന് മൂത്തു പാകമായ ഒരെണ്ണം വേറെ നിപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ ഒന്നും കാണാതെ അവൻ കേളപ്പിന് കള്ളും ചാരായും വാങ്ങി കൊടുക്കോ? നമുക്കാർക്കും വാങ്ങി തരുന്നില്ലല്ലോ. ഇത് വേലായുധൻ 12ാമത്തെ വയസ്സിൽ പനിച്ചു കിടന്നപ്പോ നെറ്റിയിൽ ഉപ്പു തുണി നനച്ചിട്ട ബന്ധമല്ലേ? അതെ, പ്ലാവിലെ തന്നെ തിന്നുള്ളൂ എന്ന് വെച്ച് ഇവിടെ പട്ടിണി അടക്കിയുള്ളൂ. വേണമെങ്കിൽ അങ്ങ് തിന്നെ, ഇല്ലെങ്കിൽ അതിനകത്ത് പൈകൾ കൊടുക്കും. വേലായുധൻ ഇവിടെ ഉണ്ടോ? ഇത് വേലായുധന്റെ വീടല്ല. കേളപ്പെന്ന് പറഞ്ഞ ആളെ വീടാണോ? ആരത്? എന്റെ പേര് പരീത്, അക്കരക്കങ്ങാടിന്നാ. വേലായുധം പറഞ്ഞിട്ട് ഒരു കല്യാണ ആലോചനയും കൊണ്ട് വന്നതാ. നീ ചെന്ന് അച്ഛനെ വിളിക്കും. ഉമ്മറത്തേക്ക് കയറിയിരിക്കാം. ചെറുക്കൻ ITIയിലെ മാഷ. അമ്മ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാ. 2 പെൺകുട്ടികളുള്ളതിനെ കെട്ടിച്ചയച്ചു. ഇത് ഇളയാളാ. അത്യാവശ്യത്തിനുള്ള പറമ്പും സ്വത്തും ഒക്കെ ഉള്ള കൂട്ടരാ. അല്ല, ഇതിപ്പോ എന്ത് കൊടുക്കേണ്ടി വരും? അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എത്രയാവാം. ഇനിയിപ്പോ ഒന്നും കൊടുത്തില്ലേലും വിരോധമില്ല. തറവാട്ടുകാരാ. കുട്ടിയെ ചെറുക്കന് കണ്ട് ഇഷ്ടായിട്ടുണ്ട്. അവരിവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഉത്സവത്തിന് ചെറുക്കൻ മാത്രം വന്ന് കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പൊ ആലോചിക്കാൻ ഒന്നുമില്ല. ഇതിനും മെച്ചപ്പെട്ട ഒന്നും കിട്ടൂല എന്ന് കുട്ടിക്കൊള്ളി. എന്താ എന്റെ കയ്യില്? ഒന്നുമില്ല.
എന്തേടി ഒരു കാര്യം പറയാണ്ട് വാ. എന്തൊരു തന്നെ അപ്പൊ ഉത്സവപ്പറമ്പിൽ എന്നെ കാണാനായിട്ട് എന്നെ വന്നതാ. അങ്ങനെ പറഞ്ഞത്. എന്തോ ഒരു വലിയ സന്തോഷം ഉണ്ടല്ല. ഉമ്മ അവള് കല്യാണം ഉറപ്പിച്ചെന്ന്. ഉറപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ ആഴ്ച ഒരു ദിവസം എന്നെ കാണാൻ വരുന്നുണ്ട്. ഇത് ഉറപ്പിച്ച പോലെ തന്നെയാ. എവിടെ പോട്ടോ, ഞാനൊന്ന് നോക്കട്ടെ. ഉസാറായിക്കണല്ല, എനിക്ക് നല്ല ചേർച്ചിണ്ടാ. നാരായണടുത്തേ, തേങ്ങ വറുത്തരയ്ക്കുമ്പോ കൊത്തമല്ലിയും വറ്റൽമുളക് ഒന്നിച്ചിട്ട് വറക്കണം. ഇറച്ചിക്കറിയും കൂട്ടി ചോറുണ്ട് കഴിയുന്നോടെ ഈ ബന്ധം അങ്ങോട്ട് ഉറക്കണം. പായസം വെക്കുന്നുണ്ട്, ഇനി ഇറച്ചിക്കറിയും കൂടെ വേണമെന്നാ. ചോറുണ്ടിട്ടല്ലേ പായസം അല്ലേ കളപ്പേട്ട? നീ എവിടെന്നാ ഈ കോഴിനെയൊക്കെ പിടിച്ചേ? കത്രീന ചട്ടത്തിന്റെ കോഴി തന്നെ ആയമ്മ പൊന്നും വില പറയുകയും ചെയ്യും. കോഴിയെ നമ്മൾ തന്നെ ഓടിച്ചിട്ട് പിടിക്കുകയും വേണം. കാറ്റത്തെ ഇല മുഴുവൻ കീറി കിടക്ക. ഞാൻ പിന്നെ കേശവന്റെ പറമ്പിൽ കയറി ഇല എങ്ങ് മുറിച്ചു. ചോദിക്കുകയും പറയുകയൊന്നും ചെയ്തിട്ടില്ല. ഇത് കണ്ടോ എന്ത് പണിയാ ചെയ്ത്? നിങ്ങൾ ആ ചെളികളെ കാലും കൊണ്ട് ചവിട്ടി കയറിയില്ലേ? നിനക്ക് ഒന്ന് കുളിച്ചിട്ട് വന്നൂടെ? അവരൊക്കെ ഇപ്പൊ എത്തും. കുളിക്കാൻ തോർത്ത് ചോദിച്ചപ്പോ നീ പറഞ്ഞു ഇല മുറിക്കാൻ. ഇല മുറിച്ചോണ്ട് വന്നപ്പോ കുളിക്കാത്തതിന് ചീത്ത. ഞാനിപ്പോ എന്താ വേണ്ടേ? നീ ഇത് അടുക്കള കൊണ്ടേ ഇത് വെക്കും. പിടിച്ചേ. അവരൊക്കെ എത്ര മണിക്ക് എത്തും? ഉച്ചയ്ക്ക് 12 മണിയോടെ എത്തുന്ന ദല്ലാള് പറഞ്ഞു. നീ ഇരിക്കെ, ഞാൻ ചായ ഇട്ടിട്ട് വരാം. ചായ ഒന്നും വേണ്ട. അവര് വരുമ്പോ ഞാൻ നിൽക്കണില്ല. ആരൊക്കെ വരാൻ പോണെന്ന് നമുക്കറിയില്ലല്ലോ. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ എന്തെങ്കിലും കേറി പറഞ്ഞ് കുഴപ്പമാവണ്ട. നല്ല കൂട്ടരാ, നമുക്ക് എന്തായാലും നടത്തണം. അതിപ്പോ കാശിന്റെ കാര്യമൊന്നും കേളപ്പറ്റിന് ഇപ്പൊ ചിന്തിക്കണ്ട. അതൊക്കെ ഇവിടെ റെഡിയാ. നീ അമ്പലത്തിൽ പോയതാ? ആ. ഏയ്, മുണ്ടും നേരിയതൊക്കെ കൊടുത്തപ്പോ ഇവള് അസലും മണവാട്ടിയായി പോയി അല്ലേ കേളപ്പേട്ട? ആ പരീതല്ലേ വരണേ? പരീത് കല്യാണക്കാര് വരുമ്പോ കൂടെ വരാന്നല്ലേ പറഞ്ഞത്? നേരത്തെ ഇങ്ങോട്ട് പോന്നാ. എന്താ പറ്റിയതുക? അത് അവര് വരുന്നില്ല. എന്താ എന്താ പ്രശ്നം? മുള്ളംകൊല്ലിക്കാരെ നാക്കല്ലേ? വല്ല ലൈസൻസും ഉണ്ടോ? നിങ്ങൾ കാര്യം പറ. ചെക്കന്റെ വീട്ടുകാരോട് ആരോ ചില വേണ്ടാത്തതൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. അവരത് വിശ്വസിച്ച് ഈ ബന്ധം വേണ്ടാന്ന് വെച്ച്. എന്താ എന്താ അവര് പറഞ്ഞത്? കേളപ്പന്റെ മക്കളെ വേലായുധം വെച്ചോണ്ടിരിക്കുകയാണ്. മൂത്ത കുട്ടിയെ ഭർത്താവ് ഉപേക്ഷിച്ചത് അതിന്റെ പേരിലാണെന്നൊക്കെയാ. ഞാൻ പോയിട്ട് കേളപ്പേട്ട, ഞാൻ എന്ത് തെറ്റ്? ഞാനെന്ത് ലക്ഷണം പറഞ്ഞിട്ടില്ല വേലായുധേട്ടാ. ആ ഗോവിന്ദന്റെ മെമ്പറൊക്കെയാ പിന്നെ കീറി. എല്ലാരും കൂടെ പറഞ്ഞപ്പോ ഞാനൊന്ന് ചിരിച്ചു കൊടുത്തതാ, അത്രേ ഉള്ളൂ. പെങ്ങളെ പറ്റി തോന്നിയ പറഞ്ഞ് ചിരിച്ചു വേണം. മാപ്പ്. വേലായുധേട്ടനാണ് സത്യം. വേലായുധ പ്രാന്തെടുത്തിട്ട് കണ്ണ് കണ്ടോലെ മുഴുവൻ ഓടിച്ചിട്ട് തല്ലിയ. നിങ്ങളെ മോളെ പേരും പറഞ്ഞ ഇപ്പൊ ഒരു കല്യാണം മുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊരു കാലത്ത് നടക്കാണ്ടാവണ്ടെങ്കിൽ വേഗം വന്ന് പിടിച്ചിട്ട് പോന്നോളി. എന്റെ ഈശ്വര, ഇവനെ കൊണ്ട് തോറ്റു. നീ കൂടെ ചെല്ലടാ. കുമ്പക്കാരടിക്ക് പാട്ട് പാടുന്നൊരു തണ്ടാരം മാമന്റെ മോള്. ആരുമില്ല അകത്ത്? ഇയാളിത് എവിടെ പോയി? ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് നീയൊക്കെ എന്തോ കുന്താടാ നേടുന്നത്? അയ്യോ, വേലായുധ കൊല്ലാൻ വെറുതെ. അയ്യോ, അയ്യോ, വേലായുധനോട് ചൊരിക്കുന്ന നേരെ വരുന്നടാ. നഷ്ടപ്പെടാൻ വേലായുധന് സ്വന്തമായിട്ട് ഒരു പായം തലാണിയും തന്നെ ഉള്ളൂ. എന്നെ പറ്റി എന്ത് വേണോ പറഞ്ഞോ. ഒരു പാവപ്പെട്ട കുടുംബത്തിനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്ന നായ്ക്കളെ? ആ സാധു കേളപ്പേട്ട നിങ്ങളോടൊക്കെ എന്ത് ദോഷമാ ചെയ്ത്? ജോസഫ് രക്ഷപ്പെട്ടു. മട്ടാഞ്ചേരിന്നോ കുറ്റിച്ചെറിയെന്നോ പപ്പനെയോ കുപ്പനെയോ ആരേത് ചറങ്ങോടാ. എന്നിട്ട് ആളുകളെ പോലെ നേരെ തല്ലി തോപ്പിക്കടാ വേലായുധനെ. ഇപ്പഴങ്ങോട്ട് പോവണ്ട മെമ്പറെ, വേലായുധന് ഭ്രാന്തളകി നിക്ക. അയ്യോ, മുമ്പിൽ ചെന്ന് പെട്ടവർക്കൊക്കെ കണക്കിന് കിട്ടിയിട്ടുണ്ട്. വേലായുധനെ നിങ്ങൾ പേടിച്ചാ മതി. കുറുപ്പിന് അങ്ങനൊന്നില്ല. വേലായുധൻ
വേലായുധ വേലായുധന് കേളപ്പേന്റെ പെമ്മക്കളുമായിട്ട് എന്താ കുറിപ്പ് പറഞ്ഞ? വേലായുധ നിന്റെ കളി എന്നോട് വേണ്ട. സൂക്ഷിച്ച് എന്റെ ആരോഗ്യം മോശം. അടിക്കല്ലേ എന്റെ ഹാർട്ടിന് തകരാറാ. അയ്യോ, വേലായുധ, വേലായുധ. ഇവനെ പിടിച്ചോണ്ട് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. വേലായുധ, വേലായുധ. അവനെ വിടാൻ. ഇവനെ ഒന്നും വിടാൻ പാടില്ല കേളപ്പേട്ട. ഇവനൊക്കെ മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു തന്നെ അറിയാം. പറ, കേളപ്പേന്റെ മക്കളുമായിട്ട് വേലായുധൻ എന്താണ് ബന്ധം? പറ. വിടാൻ പറ. പറയണം. എന്റെ മോൾക്ക് കല്യാണം ഉണ്ടാക്കി തരാൻ പറഞ്ഞോ ഞാൻ നിന്നോട്? നീ ആരാ എന്റെ? അവര് പറയുന്നതിലാണോ? 12ാമത്തെ വയസ്സിൽ തുണി നനച്ചിട്ടൊരു ബന്ധം. അതും പറഞ്ഞ് ഇനി മേലാൽ നീ എന്റെ വീടിന്റെ പടിക്കകത്ത് കയറി പോരുത്. ഇനിയും സഹായിച്ച് ഉപദ്രവിക്കല്ലേ വേലായുധ. ഒരു വയസ്സന്റെ അപേക്ഷ. ഇതിപ്പോ ആൾക്കാർ ഓരോന്നിങ്ങനെ പറഞ്ഞു വെക്കുന്ന ഇന്നും ഇന്നലെ ഒന്നുമല്ല. അവന്റെ കൂട്ടും കൂടി നടക്കുമ്പോ കേളപ്പൻ ആലോചിക്കണ്ടേ കെട്ടിക്കാൻ പ്രായമായ ഒരു പെങ്കൊച്ച് വീട്ടിലുള്ള കാര്യം? അതിന് നാട്ടുകാരെ തല്ലിട്ടെന്താ? അവനെ പിടിച്ച് പ്രാന്താശുപത്രിയിലാക്കി ചങ്ങലക്ക് ഇടുക വേണ്ടത്. വേലായുധനെ പറ്റി ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് നിന്റെ തലേന്ന് വരുന്ന ബുദ്ധിയാന്ന് എനിക്കറിയാം. കേട്ടില്ലേ? 24 മണിക്കൂറും കള്ളും കുടിച്ചു കിടന്ന പ്രാന്താവാണ്ടിരിക്കോ? എടാ, മൂക്കിലതായ രോമം കിടത്തെന്ന് ചാണാവില്ലടാ. ചുണയുണ്ട് നേരെ നാടുകളെ പോലെ തല്ലി തോപ്പിക്കടാ. നീ ജയിച്ച വേലായുധം മുള്ളം കൊല്ലി വിട്ടു പോകും. ഇറങ്ങി വേടാ. നീ ചെന്ന് അവനെയും കൊണ്ട് വിളിക്കേ. എന്നാ ഞാൻ ഈ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങാം. നേരായേ. അങ്ങോട്ട് കയറി വന്ന് നിന്റെ ചെകിട്ട് അടിച്ചു തിരിക്കാൻ വേലായുധൻ അറിയാഞ്ഞിട്ടല്ല. ഈ അക്കന്റെ കൈ കൊണ്ട് വിളമ്പി തന്ന ചോറ് ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ഉണ്ടിട്ടുള്ളതാ ഞാൻ. അതുകൊണ്ടാ. നിന്നോട് അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. ഇല്ല, വരില്ല, വരില്ല. വേലായുധൻ ചങ്ക് തീർന്നിരിക്കുക. ഇപ്പൊ വന്നാ ശരിയാവില്ല. പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോകും. വല്യമ്പ്യാരെ അക്കനെ കരയിക്കാൻ വയ്യ വേലായുധന്. അക്കൻ അറിയോ, എന്നോട് വീടിന്റെ പടി കയറെന്ന് പറഞ്ഞു കേളപ്പേട്ടൻ. ഞാൻ തെറ്റ് ചെയ്തിട്ടാ? അക്കൻ അറിയുടെ വേലായുധൻ ഇല്ലേ? ഞാൻ പോവാ. വേലായുധ ആരോടും നെറുകേട് കാണിക്കില്ല. വല്യമ്പ്യാരോട് അക്കൻ പറഞ്ഞാ മതി. ഞാൻ പോവാ.